Okay, so today we are going to continue with the miniature type of painting. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിനിയേച്ചർ ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങിൽ നമ്മൾ മുഗൾ റൂളിൻ്റെ കീഴിൽ വരുന്ന എംപറേഴ്സിൻ്റെ കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സ് എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു പ്രത്യേകതകളെന്നൊക്കെ നമ്മൾ നോക്കി. ഇനി ടുഡേ വി ആർ ഗോയിങ് ടു അടുത്തൊരു പാർട്ടാണ് റീജിയണൽ സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ഒരു പോർഷനാണ്. നമുക്ക് റീജിയണൽ സ്കൂൾ ഓഫ് ആർട്ടിൽ 2 ടൈപ്സ് ഓഫ് പെയിൻറ്റിങ്സ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. വൺ ഇസ് രാജസ്ഥാൻ പെയിൻറ്റിങ്സും രാഗമാല പെയിൻറ്റിങ്സുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോകാം. സോ രാജസ്ഥാനി പെയിൻറ്റിങ്സ് നമുക്ക് 17th സെഞ്ച്വറിയിലാണ് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് രാജസ്ഥാനി പെയിൻറ്റിങ്സിൽ പിന്നെ നമ്മൾ കാണുന്നത് ഇതിനകത്ത് മുഗൾ പെയിൻറ്റിങ്സ് പ്ലസ് ലോക്കലായിട്ടുള്ള പെയിൻറ്റിങ്സിൻ്റെ ഒരു കൾച്ചറും ആർട്ടിസ്റ്റിക് ട്രഡീഷൻസും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതിൻ്റെ ഈ രാജസ്ഥാൻ പെയിൻറ്റിങ്സിൻ്റെ ഏറ്റവും സ്റ്റൈലെന്ന് പറയുന്നത് ചൗർപഞ്ചശിക എന്ന് പറയുന്ന സ്റ്റൈലാണ്. ഓക്കെ, സ്റ്റൈല് ചൗർ പഞ്ചശിക, അതാണ് സ്റ്റൈൽ. ഓക്കെ, ഇനി ഡെപ്പിക്ഷൻ ഓഫ് ലൈഫ്, അതായത് ലോർഡ് കൃഷ്ണ എന്തൊക്കെയാണ് ഇതിനകത്ത് പെയിൻറ്റിങ്സ് ആയിട്ട്, ലൈക്ക് ലോർഡ് കൃഷ്ണ, രാമായണ, സെയിം രാമായണ, പിന്നെ മഹാഭാരതം, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തും പെയിൻറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ രാജസ്ഥാനി പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകതകൾ. 17th സെഞ്ച്വറിയിൽ എമർജ്ഡായ ഈ ഒരു പെയിൻറ്റിങ് മുഗൾ പ്ലസ് ലോക്കൽ ട്രഡീഷൻ ആയിരുന്നു ഫീച്ചേഴ്സ് ആക്കി ഉണ്ടായിട്ടുള്ളത്. സ്റ്റൈൽ ചൗർ പഞ്ചശിക സ്റ്റൈലും, പെയിൻറ്റിങ്സ് മെയിൻലി ലോർഡ് കൃഷ്ണ, രാമായണ, മഹാഭാരത ഇങ്ങനത്തെ സ്റ്റൈൽസൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്ത ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങിലേക്ക് പോകാം. ദാറ്റ് ഈസ് രാഗമാല പെയിൻറ്റിങ്സ്. രാഗമാലയുടെ അർത്ഥം തന്നെ എന്താണ്? ഗാർലൻഡ് ഓഫ് രാഗാസ്. രാഗാസ് അറിയാമല്ലോ അല്ലേ? ഗാർലാൻഡ് ഓഫ് രാഗാസ്, ഇതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മ്യൂസിക്കൽ നോട്ട്സ് നമ്മൾ രാഗാസ് എന്ന് വിളിക്കും. ഓക്കെ, അതിനെയാണ് പറയുന്നത്. അപ്പം ഇന്ത്യൻ മ്യൂസിക്കൽ രാഗാസിനെയാണിത് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കാണ്. ഓക്കെ, ക്ലാസിക്കൽ മ്യൂസിക്കിനെ അഡോർ ചെയ്ത് ചെയ്യുന്ന ഒരു തരം പെയിൻറ്റിങ്സ് ആയിരുന്നു എന്ത് പെയിൻറ്റിങ്സ്? രാഗമാല പെയിൻറ്റിങ്സ്. അതായത് ഏതൊക്കെ രാഗാസ് ഏതൊക്കെ സീസണിൽ പാടണം, ഏതൊക്കെ സമയത്ത് പാടണം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിച്ചുകൊണ്ടുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ കുറേ ഡൈറ്റീസിനെ, ഹിന്ദു ഡൈറ്റീസിനെയൊക്കെ കാണിക്കുമായിരുന്നു ഈ ഒരു പെയിൻറ്റിങ്സിൽ. ഓക്കെ, ലൈക്ക് ഓരോ രാഗാസിനും ഓരോ ഹിന്ദു ഡൈറ്റീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ഇവരത് കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് റീജിയണൽ സ്കൂൾസ് ഓഫ് ആർട്ട്. അപ്പം ഇതോടുകൂടെ നമ്മുടെ മിനിയേച്ചറിൽ 5 ടൈപ്സ് ഓഫ് പെയിൻറ്റിങ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്കൊരു ജസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് പോകാം. കൺക്ലൂഷനല്ല, ഒരു റിവിഷനിലേക്ക്. നമ്മൾ ആദ്യം തന്നെ പാലാ സ്കൂൾസ് കണ്ടു. ഒന്നാമത്തത്
രണ്ടാമത്തത് നമ്മൾ ഏത് സ്കൂളായിരുന്നു? ഐ തിങ്ക് അപഭ്രംസ സ്കൂളായിരുന്നു. അപഭ്രംസ സ്കൂൾ. അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി സൾട്ടനേറ്റ് കണ്ടു. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്തായിരുന്നു, മുഗളെറ പെയിൻറ്റിങ്സ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മുഗളെറയിൽ നമ്മൾ ദിസ് ഇസ് 1, 2, 3 and 4. മുഗളെറയിൽ നമ്മൾ വീണ്ടും ആരെയൊക്കെ കണ്ടു? അക്ബർ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജഹാംഗീർ കണ്ടു. ദെൻ ഷാജഹാൻ. ഇവർ 3 പേരുമാണ് മെയിൻ പെയിൻറ്റേഴ്സ്. ഇവരെ 3 പേരെയാണ് നമ്മൾ കണ്ടത്. ദെൻ 5th ആണ് നമ്മൾ റീജിയണൽ സ്കൂൾ ഓഫ് ആർട്ട് കണ്ടത്. റീജിയണൽ സ്കൂൾ ഓഫ് ആർട്ട് പെയിൻറ്റിങ്സിനകത്ത് നമ്മൾ രാജസ്ഥാനി പെയിൻറ്റിങ്സും പിന്നെ രാഗമാല പെയിൻറ്റിങ്സും കണ്ടു. സോ ഇത്രയാണ് 5 ടൈപ്സ്. ഇനി നമ്മൾ രാജസ്ഥാനി പെയിൻറ്റിങ്സ് കുറച്ചുണ്ട്, കുറച്ച് ടൈപ്സ് ഓഫ് രാജസ്ഥാനി പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോകാം. സോ രാജസ്ഥാനി പെയിൻറ്റിങ്സിലെ ഫസ്റ്റ് പെയിൻറ്റിംഗ് ആണ് മേവാർ സ്കൂൾ ഓഫ് പെയിൻറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് എന്താണെന്ന്. ഓക്കെ, സോ ദിസ് പെയിൻറ്റിങ് എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടാണ് പെയിൻറ്റിങ്സിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇമോഷണൽ അപ്പീലാണ് ഉള്ളത്. ഓക്കെ, സോ ഡയറക്റ്റ് ഇമോഷണൽ അപ്പീലുള്ള പെയിൻറ്റിങ്സ് ആണ് ഇതെല്ലാം തന്നെ ഉള്ളത്. ഇനി പേട്രൺസ് ഉണ്ട് ഈ ഒരു മേവാർ സ്കൂളിന്. പേട്രൺസ് ആയിട്ട് വരുന്നത് റാണ ഫാമിലിയിലുള്ള രണകുംഭയും രണസംഘായുമാണ് പേട്രൺസ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മേവാർ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൽ നമുക്ക് വരുന്നത്. ഇനി ഏർലിയർ മീൻസ് നേരത്തെ കാലത്ത് ഏർലിയർ മേവാർ പെയിൻറ്റിങ്സിനകത്ത് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മിനിയേച്ചർ പെയിൻറ്റർ ഉണ്ടായിരുന്നു. ദറ്റ് ഈസ് സാഹിബ്ദീൻ എന്ന് പറയുന്ന ഒരു പെയിൻറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇയാളായിരുന്നു ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് മേവാർ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്. പിന്നെ ലേറ്റർ പെയിൻറ്റിങ്സ് ഇതിനകത്ത് എന്താണ്, കോട്ട് ലൈഫ് പറയാനായിട്ട് തുടങ്ങി. ഓക്കെ, ഏർലിയർ പെയിൻറ്റിങ്സ് എന്ന് പറയുന്ന സാഹിബ്ദാൻ്റെ ഒരു ഡോമിനേഷനിലായിരുന്നെങ്കിൽ ലേറ്റർ പെയിൻറ്റിങ്സ് കോർട്ടിലെ ലൈഫ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിലെ പെയിൻറ്റിങ്സ് നമ്മൾ തമാശ പെയിൻറ്റിങ്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, തമാശ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് ലൈക്ക് പേര് പോലെ തന്നെ കോർട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക ഒരു ചിരിയുടെ ഭാവത്തിലായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? തമാശ പെയിൻറ്റിങ്സ്. ദെൻ നമുക്ക്
കിഷാൻഗർ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് ഈ ലൈക്ക് സ്റ്റോറി ഓഫ് കിങ് സാവന്ത് കിങ് സാവന്ത്. ഓക്കെ, സോറി, സ്പെല്ലിംഗ് ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. സാവന്ത്, കിങ് സാവന്തും ബാനി താനി. ഇവർ രണ്ടുപേരുമാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ആരാണ് ഈ ബാനി താനി എന്ന് ചോദിച്ചാൽ, ഹി വാസ് സിംഗർ ആസ് വെൽ ആസ് എ പോയറ്റ്. ഓക്കെ, സിംഗറും പോയറ്റും ആയിരുന്നു. ആരുടെ ഇതിൽ? നമ്മുടെ രാജാ സാവന്തിൻ്റെ കോർട്ടിലെ പോയറ്റും സിംഗറും കൂടെ ആയിരുന്നു ബാനി താനി. ഇന്നത്തെ പെയിൻറ്റിങ്സ് ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് നിഹാൽ ചാന്ദ് എന്ന് പറയുന്ന ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഫേമസ്. ദെൻ ഇതിനകത്ത് എന്താണ്? ഇൻഡിവിജ്വലിസ്റ്റിക് ഫേഷ്യൽ ടൈപ്പ്, പിന്നെ ഡെപ്പിക്ഷൻ ഓഫ് വിമൻ, ഇതൊക്കെയാണ് പെയിൻറ്റിങ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഭയങ്കര സ്മോൾ ടൈപ്പ് ഓഫ് പെയിൻറ്റിംഗ് ആണ് ഉള്ളത്. ഓക്കെ.